വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് പല്ല് ടൈറ്റ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല്ല് ടൈറ്റ് ചെയ്ത് തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കേരയുടെ മീൻ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഉപ്പും മുളകും ലൈറ്റ്സിൽ ഞാനിങ്ങനെ കേരമീൻ കറി വെക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ചേട്ടായോട് പറഞ്ഞു. അപ്പോൾ ചേട്ടായി വേഗം പോയി കണ്ടു, ഒത്തിരി മീനുണ്ട്. അപ്പോൾ ചേട്ടായി വേഗം പോയി മീൻ വാങ്ങിക്കൊണ്ട് വന്നു. അതിനിടയിൽ മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ കുട്ടൂസ് എന്തിനാ കരയെന്ന് വെച്ചാൽ അവനെ കൂട്ടാതെയാണ് ചേട്ടായി പുറത്തേക്ക് പോയത്. അതിൻ്റെതായ ഒരു കരച്ചിലാണ് അവൻ കരയുന്നത് കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് ഇച്ചിരി പണിയുണ്ട്, പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെയാണ്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി രാത്രി കറി വെച്ചേക്കാമെന്ന്. അപ്പോൾ ചേട്ടായി വന്നതിന് ശേഷമാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യണേ. ചേട്ടായി വരുന്നതിന് മുന്നേ കറി വെക്കണമെന്ന് ഞാൻ പഠിച്ച മണി 18 നോക്കിയിട്ട് പിള്ളേർ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ചേട്ടായി വന്നിട്ട് ഇനി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തു. ചേട്ടായി 10-12 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അങ്ങനെ ഞാൻ കേരമീൻ എടുത്തു. ഇതാ കേരയല്ല കേട്ടോ പിന്നെ കിട്ടിയത്. കേര ചെന്നിട്ട് അവിടെ കേര ഉണ്ടായില്ല. പിന്നെ ഞാൻ പൂമീൻ വാങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂമീൻ കറി വെക്കാൻ പോകുന്നത്. കറി വെക്കാനല്ല, വറുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് കഴുകാൻ വേണ്ടി പാത്രമൊക്കെ എടുത്തു. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. അപ്പോൾ പൂമീൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇവിടെയൊക്കെ ബിരിയാണിക്കൊക്കെ ഈ പൂമീൻ യൂസ് ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകണം. അതിൻ്റെ ഇടയിൽ പിള്ളേരെ രണ്ടുപേരും റൂമിലിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെറുതെ വന്ന് അലമ്പുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവരെ റൂമിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഫോൺ വീഴുന്നുമുണ്ട്, എന്ത് ചെയ്യണമെന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചേട്ടായി പറഞ്ഞു ഞാൻ സഹായിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇതൊക്കെ കാണുന്നതൊക്കെ ഞാൻ തന്നെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി ഞാൻ കഷ്ണമായിട്ടാണ് കഷ്ണം മീനൊക്കെ ഞാൻ കഷ്ണമായിട്ട് തന്നെയാണ് വാങ്ങാറ്. ഇപ്പോൾ ഞങ്ങളിതൊരു മീൻ എടുത്തു. ഇപ്പോൾ പൂമീനൊക്കെ നല്ല വിലയുണ്ട് ഇപ്പോൾ അല്ലെങ്കിലും മീനൊക്കെ നല്ല വിലയാണ്. മത്തിക്ക് പോലും 10-250 രൂപ കൊടുത്താൽ നമുക്ക് മത്തിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂമീൻ വാങ്ങിച്ചപ്പോൾ ഫസ്റ്റ് ടൈമാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് കഷ്ണമാക്കി തന്നെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതിരുന്ന് കൊത്തി പെറുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത്. പൊതുവേ മീനില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിവസവും മീനുണ്ടാവും. പിന്നെ ആഴ്ചയിൽ ഒരു 1-2 ദിവസം ഇല്ലെങ്കിലില്ല, അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. മാക്സിമം മീൻ എപ്പോഴും വാങ്ങാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടൂന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. കുഞ്ഞൂസ് അങ്ങനെ മീനോടൊന്നും വലിയ താല്പര്യമില്ല. ആൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു 2-3 കഷ്ണം കഴിക്കും. ബീഫിനോടും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കൂടുതലും വെജിറ്റേറിയൻ ആണ് കുഞ്ഞൂസ്. പിന്നെ ഞങ്ങൾക്കൊക്കെ മീൻ എന്തായാലും വേണം. ഒരു വറുത്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ആശ്വാസമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ കടൽ മീനുകളൊന്നും തിന്നാനൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ ഡാമിലെ മീനും പുഴയിലെ മീനൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ കടൽ മീനൊക്കെ കൂടുതലും കഴിക്കുന്നത്. പിന്നെ പാലക്കാടൊക്കെ ഈ മത്തി, അയല അങ്ങനെയുള്ള മീനുകളൊക്കെ എത്താറുണ്ട് കേട്ടോ. പക്ഷേ ചെമ്മീനും നമ്മൾ അങ്ങനെ കൂന്തൽ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും, കക്ക അതുപോലെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ഈ കോഴിക്കോട് വന്ന ശേഷമാണ് അതൊക്കെ ഞാൻ കൂടുതൽ തിന്നു തുടങ്ങിയത്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, കടൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ട് മത്തിയൊന്നും ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം മത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മത്തിയുടെ മുട്ടയൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ വരുന്ന മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ കറി വെച്ച് അങ്ങനെ കഴിക്കാറില്ല, ഞാൻ വറുത്തേ തിന്നാറുള്ളൂ. എനിക്ക് വറുത്തതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മളങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. മീനൊക്കെ കഴുകി അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ കരുതി നാളത്തേക്ക് മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് വെള്ളരിക്ക ഒരു കഷ്ണം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചെത്തുകയാണ്. വെള്ളരിക്ക ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്ന മോരുകറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ മോര് കാച്ചുന്നതിനോട് ആർക്കും താല്പര്യമില്ല. തേങ്ങ അരച്ച് വെക്കുമ്പോൾ പൊതുവേ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ചുകൂടെ പുളിയൊക്കെയായി ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെള്ളരിക്ക ഇട്ട് തന്നെ കറി വെക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആ വെള്ളരിക്ക ഞാൻ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ തല കാണാത്തത് കേട്ടോ ഗൈസ്. അപ്പോൾ തല ഒട്ടും കാണുന്നില്ല, എന്നെ മാത്രമേ കാണൂ. ഞാൻ ചെത്തുന്നത് മാത്രമേ വെള്ളരിക്ക് ചെത്തുന്നത് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ.
പൊതുവേ ഞാനെല്ലാം അരിഞ്ഞ് ഒതുക്കി വെച്ചതിന് ശേഷമാണ് കറി വെക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അതെന്താണെന്നറിയില്ല, ഞാൻ ആദ്യം മുതൽ അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ അടുത്ത കാര്യം ചെയ്യുമ്പോൾ അത് ഒരുപാട് ടൈം അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം അരിഞ്ഞ് ഒതുക്കി വെച്ചതിന് ശേഷം മാത്രം കറി വെക്കുന്നതിലേക്ക് അതിനകത്തേക്ക് 2 പച്ചമുളകും കീറിയിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു. അപ്പോൾ സാധാരണ എനിക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ്, മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ് താല്പര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് 2 മൺചട്ടി വാങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് കരിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചട്ടി കരിച്ചത്. അങ്ങനെ ഞാൻ ചട്ടി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനുള്ള മസാല ചേർക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ചട്ടി തന്നെയാണ് ഞാൻ തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കുരുമുളക് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കല്ലെടുത്തു. ഇത് ഞാൻ കുറേ കാലമായിട്ടുള്ള എൻ്റെ കല്ലാട്ടോ. എനിക്കൊന്ന് ചേട്ടയുടെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചതിന് ശേഷം വാങ്ങിയ കുഞ്ഞു കല്ലാണ്. അന്ന് കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് കുഞ്ഞു കല്ലാണ്. അപ്പോൾ ഞാൻ ആ കുഞ്ഞു കല്ല് ഇപ്പോഴും ഞാൻ അത് തന്നെ, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു വലിയ കല്ല് വാങ്ങാമെന്ന്. പിന്നെ തോന്നും വേണ്ട, പറഞ്ഞ് ഇരിപ്പില്ലേ, വെറുതെ കാശ് കളയുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ആ കുഞ്ഞു തന്നെ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യുന്നതൊക്കെ മതിയല്ലോ, ഒരു വീട്ടിലേക്കൊക്കെ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് കരുതി. അപ്പം ഞാനത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ചേട്ടായാണ്. എന്നെക്കൊണ്ട് അവിടെ ഇവിടെയും വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഫോണിൽ തൊടുമ്പോൾ ആ കയ്യിലെ വെള്ളവും കൂടെ ആ ഫോണിലേക്ക് ആവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി എനിക്ക് നീ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടായി ഓടി വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരാണ്. സമയം 10-12 ആയി വന്നപ്പോൾ ആൾക്ക് ഉറക്കവും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി ആ സമയത്ത് ഓടി വന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ സഹായിക്കുകയാണ് കേട്ടോ. മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുവാണ്. ചതച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മീൻ വറുക്കാനുള്ളത് തേച്ച് നന്നായിട്ട് വെക്കും. വറുക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിടുന്നത് നല്ലതാണ്. ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊതുവേ ഞാൻ എപ്പോഴും മീൻ വറുക്കുമ്പോഴും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. പേസ്റ്റാക്കി ഇടാറില്ല, ചതച്ച് ഇടാറുള്ളൂ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചതയ്ക്കും, എന്നിട്ട് ഇടുക ചെയ്യുക. മീനുള്ള മസാല മുഴുവൻ കുഴച്ച് ഞാൻ കുഴച്ചെടുത്തു കേട്ടോ. ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ആ മീനിട്ട് നന്നായിട്ട് തിരുമ്മി സെറ്റാക്കി വെക്കുവേ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മോര് കാച്ചി വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം മീൻ വറുക്കത്തുള്ളൂ. അതുവരെ ഞാൻ അങ്ങനെ അടച്ച് വെക്കും. ലാസ്റ്റ് അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാ മീനും ഞാൻ അതിൽ നിന്ന് എടുത്ത് തിരുമ്മുവാണേ. അപ്പോൾ ഇതിലുള്ള 2 തലയുണ്ട്. ഒരു മീൻ ഞാൻ മുഴുവനായിട്ടല്ലേ വാങ്ങിയത്, അപ്പോൾ അതിൻ്റെ ഒരു തലയുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു. പിന്നൊരു നാളത്തേക്ക് ഇനി മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കറി വെക്കും. എനിക്കത് വറുക്കുന്നതിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിത് മാത്രം തിരുമ്മി വെക്കുന്നുണ്ട്. നല്ല കഷ്ണങ്ങളാട്ടോ, അത്യാവശ്യം നല്ല കഷ്ണങ്ങളാണ്, വലിയ വലിയ മുഴുത്ത കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ തിരുമ്മി എടുത്ത് വെക്കും. മൊത്തം മീനും അങ്ങനെ തിരുമ്മിട്ടോ എല്ലാത്തിലും നന്നായിട്ട് മുളകൊക്കെ തേച്ചു. പിന്നെ ഞാൻ വെള്ളരിക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ നീളം വഴുതനങ്ങ എടുത്തത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ നീളം വഴുതനങ്ങ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ വാങ്ങാറില്ല. അപ്പോൾ ഇന്ന് ഒന്ന് വാങ്ങിച്ച് തോരനുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിയാണ്. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, ഇതൊക്കെ വേഗം വെന്ത് കഴിയുമ്പോൾ ആകെ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലുതായിട്ടാണ് അരിഞ്ഞത് കേട്ടോ തോരൻ മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ അത് കഴുകി എടുത്തു. ഇനി അതിന് വേണ്ട സബോളയും പച്ചമുളകും ആണ്. ഞാൻ ഇച്ചിരി മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ തേങ്ങ ഇടാതെ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും അപ്പനും മക്കളും ഒന്നും തിന്നാറില്ല കേട്ടോ. കൂടുതലും ഞാനാണ്. പിന്നെ കുഞ്ഞൂസ് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാറുണ്ട്. അല്ലാതെ കുട്ടൂസും അപ്പനൊന്നും തിന്നാറ് പോലുമില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ നിർബന്ധിച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ വെള്ളം വറ്റിയിട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വെള്ളം വറ്റി നീ വേഗം നോക്കുമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടായി തേങ്ങ എടുത്തുകൊണ്ടാണ് പൊതിക്കുമായിരുന്നു. അപ്പോൾ അകത്ത് വെച്ചാട്ടോ പൂച്ച. രാത്രി ആയതുകൊണ്ട്
സമയം 10-12 മണി ആയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് വെച്ച് പൊതിക്കണ്ട, അകത്ത് വെച്ച് വന്ന് പൊതിക്കുന്നതാണത്. ചേട്ടയുള്ള ദിവസമൊക്കെ ചേട്ടായി തന്നെ എനിക്ക് പൊതിച്ച് തരാറ്, ഞാൻ അങ്ങനെ പൊതിക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, മടി തന്നെയാണ്. പിന്നെ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇച്ചിരി വെള്ളമുള്ളൂ. അപ്പോൾ കുഞ്ഞിനും കുട്ടൂസും വന്നു, ഓടി പിടിച്ച് വന്നു. പക്ഷേ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഇനി പൊതിക്കുമ്പോൾ മക്കൾക്ക് ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട മോരുകറിക്ക് വേണ്ട തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി കേട്ടോ. ഇനി അതിനകത്തേക്ക് മിക്സി ജാറിനകത്തേക്ക് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇച്ചിരി ശകലം ജീരകം ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കുലുക്കി അത് വീണ്ടും കൊണ്ടുപോയി ഒഴിച്ചു കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി മോരൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ തിളപ്പിക്കാറില്ല, തിളപ്പിച്ചാൽ അത് മുഴുവൻ ഇതായി പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കത്തേ ഉള്ളൂ. പിന്നെ കടുക് വറുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി. അപ്പോൾ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കി കേട്ടോ. ഇനി കട്ട് ചെയ്തു മോരുകറിക്ക് കടുക് വറുക്കാനുള്ള ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. കറികൾക്കൊന്നും അധികം വെളിച്ചെണ്ണ ഞാൻ എടുക്കത്തുമില്ല. അപ്പോൾ അതിനകത്തേക്ക് കടുക് വാരിയിട്ടു. ഇത് ഒരു കൈ ലൈറ്റാണ്. അങ്ങനെ നമ്മുടെ മോരുകറി സെറ്റപ്പായി കേട്ടോ. നന്നായിട്ടോ, നല്ല കളറില്ലേ. ഞാൻ ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ ഇച്ചിരി മുളക് പൊടി കളറിന് വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം അത് റെഡിയായി. ഇനി നമ്മൾ വഴുതനങ്ങ വെക്കാനായിട്ടുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. ഞാൻ ഈ മോരുകറിക്ക് കടുക് വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചത്. ഞാൻ കഴുകിയതൊന്നുമില്ല, ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ്. കരിയത്തൊന്നുമില്ല, വേഗം എണ്ണ ചൂടാവും, കടുകും പൊട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ കഴുകി അത് ചൂടായി വരുമ്പോഴേക്കും സമയം എടുക്കുമല്ലോ, നമുക്ക് അതിനുള്ള സമയമില്ല, സമയം അത്രേ ആയായിരുന്നു. അതുകൊണ്ട് പൊതുവെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ അതിനകത്തേക്ക് സബോള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടു. വെളുത്തുള്ളി അത്യാവശ്യം അധികം ഞാൻ ഇടാറുണ്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങളുടെ മീൻ വറുക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. കണ്ടോ, മീൻ നമ്മുടെ വലിയ കഷ്ണങ്ങളല്ലേ. അപ്പോൾ അത് വറുക്കാനായിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. ഇതിലിപ്പോൾ രണ്ടായിട്ട് വറുക്കേണ്ട വരും, ഒന്നിൽ തന്നെ തികയത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ രണ്ടാമത് ഇടേണ്ടി വരും. അപ്പോൾ കണ്ടോ, മീൻ വറുക്കാൻ വെച്ചതിൻ്റെ മേത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. എനിക്ക് കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മീൻ വറുക്കുന്നതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെ. കറിവേപ്പില ഏതിലിട്ടാലും ഒരു നല്ലൊരു ഫ്ലേവർ അല്ലേ കിട്ടുക. അതിനിടയിൽ വഴുതനങ്ങ ഒന്ന് നോക്കി, വഴുതനങ്ങ ഒന്ന് ഇളക്കി കേട്ടോ. നമ്മുടെ മീൻ നന്നായിട്ട് മുരാന്ന് ഇനി മൊരിച്ചെടുക്കണം. ചേട്ടായിക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതിനാണ് ഇഷ്ടം. എനിക്കങ്ങനെ കരിഞ്ഞിരിക്കുന്നതിലോട് താല്പര്യമില്ല. ഞങ്ങളുടെ വഴുതനങ്ങ സെറ്റായിട്ടോ. നന്നായിട്ട് മെഴുക്കുവരട്ടിയായി. അപ്പോൾ ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. പിന്നെ നമുക്ക് നാളത്തേക്ക് തിന്നാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്ത് വെക്കണം.
അങ്ങനെ നമ്മുടെ മീൻ പുറകെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് തിരിച്ചിടണം. ഇനി തിരിച്ചിട്ട് ഒന്നും കൂടെ മൊരിക്കണം. അതിൻ്റെ നമ്മൾ മാറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ മീൻ വറുത്തൊക്കെ ഏകദേശം സെറ്റായി വരികയാണ്. അങ്ങനെ മോരുകറിയൊക്കെ ഏകദേശം സെറ്റായി വന്നു. അടുത്ത് രണ്ടാമത് മീൻ വെക്കാനുള്ളതെല്ലാം വെച്ചു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പോകണം. ഞാൻ വേഗം എൻ്റെ പണിയൊക്കെ തീർത്ത് ഒതുക്കി ഞാൻ റൂമിലേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് റൂമിലേക്ക് പോകുമ്പോൾ പിള്ളേരുടെ അടിപിടിയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.